കാറ്റത്തേക്കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയെയും കൂട്ടി സുധീഷ് നേരെ വലിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. നേരത്തെ തന്നെ 2 റൗണ്ടുകൾ അവൾ പയറ്റി തെറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ആ ഒരു HR റൗണ്ട് കൂടി കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. നിധിയോട് ഉള്ളു തുറന്നുകൊണ്ട് തന്നെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് വണ്ടിയിൽ തന്നെ അവൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നു. നിധി തൻ്റെ ഫയലൊക്കെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ചെന്നു. ആ HR മാനേജറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സീറ്റിന് അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു എൻട്രി അവിടെ ഉണ്ടാവുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സൂര്യ അങ്ങോട്ടേക്ക് അങ്ങ് ഇടിച്ചു കയറി വരികയാണ്. സൂര്യ നോക്കുന്ന സമയത്തന്നെ ദേ ഇരിക്കുന്നു നിധി. ഇവളെന്താ ഇവിടെ പരിപാടി എന്ന മട്ടിൽ അവൻ അവളുടെ ഫയലിലേക്കൊന്ന് എത്തിച്ചു നോക്കി. പിന്നീട് അവൻ നേരെ അടുത്ത റിസപ്ഷൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അതാരാ അവിടെ ഇരിക്കുന്നത് എന്ന്. അവൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് സർ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന്. ആദ്യത്തെ 2 റൗണ്ടും നല്ല മാർക്കോട് തന്നെ ആ കുട്ടി പാസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ HR റൗണ്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ ജോലി റെഡിയാവുമെന്ന് പറയും. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നൊരു ഭാവത്തിൽ സൂര്യ ഇങ്ങനെ ഒരു ചിരി അടക്കി പിടിച്ചുകൊണ്ട് തന്നെ നേരെ HR മാനേജറുടെ റൂമിലേക്ക് അങ്ങ് കടന്നു ചെന്നു. സൂര്യയെ കണ്ടപാടെ മാനേജർക്ക് ഭയങ്കര സന്തോഷമായി. ആ സൂര്യ വാടാ, ഇവിടെ ഇരിക്ക്. എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? നീ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞു. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അത് പിന്നെ ഒന്ന് കാണാൻ സമയം കിട്ടിയത് ഇപ്പോഴാടാ. അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് സൂര്യ നിധിയെക്കുറിച്ച് അയാളോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാനേജറും സമ്മതം മൂളി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിന് വേണ്ടിയിട്ട് നിധിയെ അകത്തേക്ക് വിളിപ്പിച്ചു. മാനേജറുടെ ക്യാബിനകത്തേക്ക് വിളിച്ചപ്പോൾ വലിയൊരു സന്തോഷത്തോടെയും നെഞ്ചെടുപ്പോടു കൂടിയാണ് നിധി അങ്ങോട്ടേക്ക് കയറി ചെന്നത്. പക്ഷേ അവിടെ ചെന്ന് ആ ഒരു കസേരയിലേക്ക് നോക്കിയപ്പോഴേക്കും നിധി ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. സൂര്യൻ അവിടെ മാനേജറുടെ കസേരയിൽ ഗമയിൽ ഇങ്ങനെ ഇരിക്കുന്നു. സൂര്യ അവളെ നോക്കി വല്ലാത്തൊരു നോട്ടം അങ്ങോട്ടേക്ക് പാസ്സാക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിധി, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാ ഈ കമ്പനിയുടെ HR മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നത് എന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? അന്നേരം നിധി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. സൂര്യ വിട്ടുകൊടുത്തില്ല. അത് സിമ്പിളായിട്ടുള്ള മറുപടിയേ ഉള്ളൂ മോളെ. ഞാൻ ഇവിടുത്തെ മാനേജറൊന്നുമല്ല, പക്ഷേ ഇവിടുത്തെ മാനേജർ എൻ്റെ ചങ്ങാതിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്നു എന്ന് മാത്രം. എല്ലാം ഒരു കർമ്മഫലം, അല്ലാതെ എന്ത് പറയാനാ? അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ നിന്നെ കാണുമായിരുന്നോ? പിന്നീട് അവൻ അവളുടെ അവസ്ഥയെ കളിയാക്കാൻ തുടങ്ങി. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് സുഖമാണോ? ജോലിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണല്ലേ? എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ നിനക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് സുഖമായി തന്നെ ജീവിക്കാമായിരുന്നില്ലേ? നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കാമായിരുന്നില്ലേ? അതിന് പകരം നീ ഒരു ടാക്സി ഡ്രൈവറെ കൂടെ പോയിട്ട് അതിൽ കൂടുതൽ വലിയൊരു നാണക്കേടിന് വേറെയുണ്ടോ? ചിലർക്ക് അങ്ങനെയാണ്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാലും കിടക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് നിന്റെ അവസ്ഥ. ഇത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം അങ്ങ് സഹിക്കാനായില്ല. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അന്നേരം സൂര്യ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ HR മാനേജറെ കണ്ടിട്ടൊന്നും പറയാനൊന്നും നിൽക്കണ്ട. അയാൾ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയിരുന്നത്. നിധി ദേഷ്യപ്പെട്ട് നേരെ റിസപ്ഷനിലേക്ക് പോയി ചോദിച്ചു, അല്ല മാനേജർ ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നെ നേരെ അകത്തേക്ക് വിട്ടത്. അവർ പറഞ്ഞു അത് സാറിൻ്റെ ഫ്രണ്ടാണ് നിധി. അതുകൊണ്ടാണ്. നിധി പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ നിന്നില്ല. നേരെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോന്നു. പുറത്ത് കാത്തു നിൽക്കുന്ന സുധീഷ് കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നത്, ആഹാ ഇത്ര വേഗം ഇൻ്റർവ്യൂ കഴിഞ്ഞോ? എന്തു പറ്റി? ജോലി കിട്ടുമായിരിക്കുമല്ലേ? നിധി ഒന്നും മിണ്ടാതെ നേരെ വണ്ടിയിലേക്ക് അങ്ങ് കയറിയിരുന്നു. സുധീഷ് വീണ്ടും തിരക്കി, അല്ല 99.9% ഉറപ്പാണല്ലോ എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അന്നേരം നിധി പറഞ്ഞു, അവിടെ സൂര്യൻ ഉണ്ടായിരുന്നു സുധീഷേ. അവൻ എങ്ങനെയാണ് അവിടെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. അവിടുത്തെ മാനേജറുടെ ഫ്രണ്ടാണത്രേ. അവനെ കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ജോലി വേണ്ട എന്ന് വെച്ച് തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ഇതൊക്കെ കേട്ടപ്പോൾ സുധീഷ് ഒന്ന് ചിരിച്ചുപോയി. നിധിക്ക് ദേഷ്യം വന്നു. നീ എന്തിനാ ഇപ്പം ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഏയ് വെറുതെ ചിരിച്ചതാ. പിന്നീട് അവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ സുധീഷ് അവൾക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ജോലി കിട്ടിയില്ലെങ്കിലും ഇത് കഴിച്ച് സമാധാനത്തോടു കൂടി തന്നെ അവരിങ്ങനെ തമാശയും പറയാണ്. നിധിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. എങ്കിലും സുധീഷ് അവളെ ആശ്വസിപ്പിച്ചു. പോട്ടെ നിധി, ഇതല്ലെങ്കിൽ ഇതിലും നല്ലൊരു ജോലി തന്നെ നിനക്ക് കിട്ടും. അപ്പോഴാണ് സുധീഷിൻ്റെ ഫോണിലേക്ക് തോമസ് ഏട്ടൻ്റെ വിളി വരുന്നത്. എടാ സുധീഷേ, നീ ബിസിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് അവൻ മറുപടി നൽകി. അത്യാവശ്യമായിട്ടൊരു ഓട്ടമുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിനക്കൊന്ന് വരാൻ പറ്റുമോ? സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. സുധീഷ് ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. അങ്ങനെ നിധിയെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം സുധീഷ് നേരെ ആ ഒരു ഓട്ടത്തിന് പോയി. ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ കസ്റ്റമർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ചോദിക്കുന്നുണ്ട്, എടാ എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു? സുധീഷ് പറയുന്നുണ്ട്, സാറ് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ ദൂരെയായിരുന്നു. അവിടെ നിന്നും ഇവിടെ വരെ എത്തേണ്ടേ? അങ്ങനെ അവരങ്ങനെ യാത്ര തുടങ്ങി. യാത്രക്കിടയിൽ സുധീഷ് ചോദിച്ചു,
സാറേ ഷുഗറൊക്കെ കൺട്രോളാണോ? അയാൾ പറഞ്ഞിട്ട് എവിടെടാ, അതൊന്നും ശരിയാവുന്നില്ല, എന്നെക്കൊണ്ട് ആവുന്നത്തെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. സുധീഷ് ഉപദേശിച്ചു. സാറേ നമ്മൾ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യണം കേട്ടോ, പിന്നീട് ബിസിനസ് കാര്യത്തിനായി ഒരാളെ കാണാനുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അതൊരു പേഴ്സണൽ ഡീലിംഗ് ആയതുകൊണ്ട് തന്നെ റൂമൊന്നും എടുക്കാതെ കാറിലിരുന്ന് സംസാരിക്കാമെന്ന് കരുതി. നീയാവുമ്പോൾ വിശ്വസ്തനാണല്ലോ എന്ന് അയാൾ പറഞ്ഞു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും അയാൾക്കൊരു കോള് വന്നു. അപ്പുറത്തെ കാറിൽ നിന്നും അയാൾ എത്തിയെന്ന് പറഞ്ഞു. സുധീഷ് വണ്ടിയിലിരുന്നു. അയാൾ ഇറങ്ങിച്ചെന്ന് അയാളെ വിളിച്ചുകൊണ്ട് തന്നെ വന്നു. സുധീഷ് നോക്കിയപ്പോൾ ദേ വരുന്നു രാജീവൻ, അതായത് നിധിയുടെ അച്ഛൻ. ദൈവമേ, ഇയാളാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്? പെട്ടുപോയല്ലോ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ കരുതി. രാജീവനും സുധീഷിനെ കണ്ടപ്പോഴൊന്ന് ഞെട്ടി. സുധീഷ് വേഗം ഡോറൊക്കെ തുറന്നു കൊടുത്ത് അവരെ വണ്ടിയിലിരുത്തി. അയാൾ രാജീവിനോട് പറഞ്ഞു, സാറേ ഈ കാറ് മതി, ഇവൻ എൻ്റെ സ്ഥിരമുള്ള ഡ്രൈവറാണ്, നല്ല ചെറുപ്പക്കാരനാ, ഇവൻ്റെ കൂടെ പോകുമ്പോൾ വല്ലാത്തൊരു കംഫേർട്ടാണ്, ഇവനോട് സംസാരിച്ചിരുന്ന സമയം പോകുന്നത് പോലും അറിയില്ല, വിശ്വസ്തനുമാണ്. സുധീഷ് ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല സാറേ എന്നൊക്കെ പറയും. ബിസിനസ് സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു കസ്റ്റമറെ വീട്ടിൽ ഇറക്കി ഇനി രാജീവിനെ മാത്രം ഡ്രോപ്പ് ചെയ്യണം. വണ്ടി എടുത്തപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് രാജീവൻ സാറേ വിശേഷങ്ങൾ? രാജീവനാണെങ്കിൽ കട്ട കലിപ്പിലായിരുന്നു. എടാ നീ എന്നോട് വിശേഷം ചോദിക്കാൻ വന്നതാണോ എന്ന് അയാൾ ചോദിച്ചു. സുധീഷ് വിട്ടുകൊടുത്തില്ല. പിന്നെ ചോദിക്കാതെ, നിങ്ങൾ ഇത്രയും കാലം പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന നിങ്ങളുടെ മകൻ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ എല്ലാം ഇട്ടേച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ? അത് എൻ്റെ സ്വഭാവം ഗുണം കൊണ്ടല്ലേ? രാജീവൻ അങ്ങ് പുച്ഛിച്ചു. എടാ നീ അഹങ്കരിക്കണ്ട, അവൾ എൻ്റെ മോളാ, അവൾക്ക് നിന്നെ മടുക്കുന്നൊരു കാലം വരും, അന്ന് അവൾ തിരികെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. സുധീഷ് തിരിച്ചടിച്ചു. സാറേ അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇഷ്ടമില്ലാത്ത കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ അവൾ അങ്ങനെ വീട് വിട്ട് പുറത്തിറങ്ങിയത്? ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ? ഇനി കൂടുതലൊന്നും പറയണ്ട, രാജീവൻ വെല്ലുവിളിച്ചു. നോക്കിക്കോ, അവൾ എൻ്റെ മോളാണെങ്കിൽ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോകും. സുധീഷ് അവനെ ഇറക്കി വിട്ടുകൊണ്ട് തന്നെ വണ്ടി തിരിച്ചു. പിന്നെ ഇവൾ അയാളുടെ ഉടായ്പകൾ അറിഞ്ഞിട്ടും ഇയാളുടെ കൂടെ പോവാൻ നിൽക്കുമല്ലേ? ആ ഒരു ചിന്താഗതിയായിരുന്നു സുധീഷിന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ യാത്ര തുടർന്നു. സുധീഷ് അങ്ങനെ വണ്ടി മുറ്റത്ത് നിർത്തി ഒന്ന് ആലോചിച്ചു നിന്നു. രാജീവൻ പറഞ്ഞ ആ ഒരു വെല്ലുവിളി അവൻ്റെ തലയിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറിയപ്പോൾ നിധി അടുക്കളയിൽ ചായ ഇടുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വന്നപ്പോൾ സുധീഷ് ആകെ തളർന്നിരിക്കുന്ന ആ ഒരു മുഖം കണ്ട് എന്തോ പന്തുകേട് തോന്നിയിട്ട് കാര്യം തിരക്കി. അല്ല സുധീഷേ, വണ്ടി ഓടിച്ച് നീ ആകെ വിയർത്തിരിക്കുന്നല്ലോ, എന്തു പറ്റി? ആ തോമസ് ഏട്ടൻ പറഞ്ഞ ഓട്ടം വല്ലതും അലമ്പ് വല്ലതുമായിരുന്നോ എന്ന് അവൾ ചോദിച്ചു. സുധീഷ് പതുക്കെ സോഫയിലേക്ക് ഇരുന്ന് കൊടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, ഏയ് ഓട്ടത്തിനൊന്നും കുഴപ്പമില്ലായിരുന്നു നിധി, പക്ഷേ ഞാൻ ഇന്ന് അവിടെ വെച്ച് നിന്റെ അച്ഛനെ കണ്ടു. അത് കേട്ടപ്പോൾ നിധിയുടെ കയ്യിലിരുന്ന ആ ഒരു ചായ ഗ്ലാസ് ഒന്ന് വിറച്ചു. മുഖത്തെ ആകെ മാറിയൊരു ഭാവം കണ്ടുകൊണ്ട് തന്നെ സുധീഷിന് വല്ലാത്ത സങ്കടം തോന്നി. അച്ഛനെയോ? അച്ഛനെ എവിടെ വെച്ചാ കണ്ടത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. സുധീഷ് നടന്ന കാര്യങ്ങളൊക്കെ പതുക്കെ അവളോട് വിവരിച്ചു. രാജീവൻ തന്നെ കണ്ടപ്പോൾ ഉണ്ടായ വെപ്രാളവും പിന്നീട് വണ്ടിയിൽ വെച്ച് തന്നെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചതും നിന്നെ തിരികെ കൊണ്ടുപോകുമെന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് വന്നത്. അച്ഛൻ ഇപ്പോഴും ആ പഴയ ഭാഷയിൽ തന്നെയാണല്ലേ സുധീഷേ? എൻ്റെ സന്തോഷം എന്താണെന്ന് ചിന്തിക്കാൻ പോലും അച്ഛന് നേരമില്ല. ആ സൂര്യയുടെ കൂടെ ചേർന്ന് ഇനിയും ബുദ്ധിമുട്ടിക്കാനാണോ അച്ഛൻ്റെ ഭാവം? അവൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ചോദിച്ചു. സുധീഷ് അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. നീ പേടിക്കേണ്ട നിധി, ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഒന്നിച്ചല്ലേ? നിന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല, അതിനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ ആ ഒരു സംസാരം തീരുന്നതിന് മുൻപേ തന്നെ മുറ്റത്ത് വലിയൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവർ രണ്ടുപേരും പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അത് രാജീവൻ്റെ വണ്ടി തന്നെയായിരുന്നു. വണ്ടിയിൽ നിന്ന് രാജീവനോടൊപ്പം ആ സൂര്യയും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാതെ അറപ്പാണ് തോന്നിയത്. നിധി ഉമ്മറത്തേക്ക് ഇറങ്ങി ചെന്നു. പുറകെ സുധീഷും. രാജീവൻ പുച്ഛത്തോടെ മുറ്റത്തേക്ക് നിന്നു. എടി, നീ ഈ കൂരയിൽ ഇവിടെ ദാരിദ്ര്യം അനുഭവിച്ച് കഴിയാണല്ലേ നിധി? ആ സൂര്യ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിനക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെയാണ് വഴി ഒപ്പിച്ചത്. അത് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് നിനക്കൊരു നല്ല ബുദ്ധി ഉദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ്റെ കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? രാജീവൻ വലിയ ഗമയിലങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിക്ക് സഹിക്കാനായില്ല. അവൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. അച്ഛൻ ഇപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ലേ? എനിക്ക് വേണ്ടത് ഈ സുഖസൗകര്യങ്ങളൊന്നുമല്ല അച്ഛാ, എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്നൊരു മനസ്സിനെയാണ്. ആ സൂര്യ എന്നെ അവിടെ ചെന്ന് അപമാനിച്ചപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്നതിന് പകരം അവൻ്റെ കൂടെ കൂട്ടിയിട്ട് എന്നെ തളർത്താൻ നോക്കുവാണോ? അവൻ്റെ ആ ഒരു ജോലിയൊന്നും എനിക്ക് വേണ്ട. സൂര്യ ഇടയിൽ കയറി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും സുധീഷ് കൈ ഉയർത്തി അവനെ തടഞ്ഞു. ഇവിടെ നോക്ക് സൂര്യ, ഇത് ഞങ്ങളുടെ വീടാണ്. നിന്റെ ഓസ്ട്രേലിയൻ തറവേലകളൊന്നും ഇവിടെ ചെലവാവില്ല. സാറ് വന്നത് മോളെ കാണാനാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോ, അല്ലാതെ കൂടെയുള്ളവൻ്റെ ഉടായ്പൊന്നും കൊണ്ടുവന്നാൽ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറയും. സൂര്യയുടെ മുഖം ആകങ്ങ് ഇരുണ്ടുപോയി. രാജീവൻ സുധീഷിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, എടാ ഡ്രൈവറെ, നീ എൻ്റെ മോളെ വശീകരിച്ച് കൊണ്ടുപോയി എന്ന് കരുതിയിട്ട് നീ വലിയ ആളാണെന്നൊന്നും വിചാരിക്കണ്ട.
അവളെ ഞാൻ ഈ നരകത്തിൽ നിന്നും കൊണ്ടുപോകും. അത് എനിക്കുറപ്പുള്ള കാര്യമാണ്. നിധി അച്ഛൻ്റെ മുന്നിൽ തൻ്റെ അടുത്തോട് കൊടുത്തിന് ഉറച്ചു നിന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ എവിടെ നിന്നും എങ്ങോട്ടേക്കും വരുന്നില്ല. ഇതാണ് എൻ്റെ വീട്. അച്ഛൻ ഇഷ്ടമുള്ളത് അച്ഛൻ ചെയ്തോ. പക്ഷേ ഇനി ഒരിക്കലും എന്നെ തോൽപ്പിക്കാനൊന്നും അച്ഛൻ നോക്കണ്ട. ആ സൂര്യയോട് പറഞ്ഞേക്ക് അവൻ്റെ ദയ എനിക്ക് ആവശ്യമില്ല എന്ന്. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. നിധിയുടെ ആ ഒരു ഉറച്ച നിലപാട് കണ്ടപ്പോൾ രാജീവിന് പിന്നെ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൂര്യയെ കൂട്ടിയിട്ട് അയാൾ ദേഷ്യത്തോടു കൂടി തന്നെ വണ്ടിയിൽ അങ്ങ് കയറിപ്പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ നിധി ആകെ തളർന്നിങ്ങനെ പടിയിലിരിക്കുമായിരിക്കും. സുധീഷ് അവളുടെ അരികിലേക്ക് വന്ന് ഇരുന്ന് അവളെ അങ്ങ് ആശ്വസിപ്പിച്ചു. നിധി, നീ കാണിച്ചത് തന്നെയാണ് ശരി. നാളെ നിനക്ക് നല്ലൊരു ജോലി കിട്ടും. ഈ സൂര്യയൊന്നും ജീവിതത്തിൽ നമ്മൾ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിധി സുധീഷിനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ രാത്രിയിൽ അവർ രണ്ടുപേരും പുതിയൊരു വാശിയോടുകൂടെ തന്നെ നാളത്തെ പുലരിക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നിധിയുടെ ജീവിതത്തിലെ ആ ഒരു പുതിയ പോരാട്ടം എങ്ങോട്ടേക്കായിരിക്കുമെന്നൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.